എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊന്ന് വന്നിരിക്കുന്നത് ബേക്കിംഗ് സോഡയായിട്ടാണ്. അതായത് ബേക്കിംഗ് സോഡ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേക്കിംഗ് സോഡേനെ ചില സ്ഥലങ്ങളിൽ അപ്പക്കാരം എന്ന് പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ കുക്കിംഗ് സോഡ എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ഫുഡിലൊക്കെ കേക്കിൻ്റെ ബേക്കിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ 100 ഗ്രാമിന് വെറും 8 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബേക്കിംഗ് സോഡ വെച്ച് നമുക്ക് എന്തൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്പഞ്ചസ് ആണ്. നമ്മൾ പാത്രം കഴുകാനൊക്കെ ആയിട്ട് ഇതുപോലുള്ള സ്പഞ്ചസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്പഞ്ചസ് നമുക്ക് എങ്ങനെയാണ് ബേക്കിംഗ് സോഡ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ എപ്പോഴും ആ സ്പഞ്ചസ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം എടുക്കണം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്പഞ്ചസ് ഇട്ട് കൊടുക്കാം. സ്പഞ്ചസ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കുക. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്കത് കഴുകിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പഞ്ചസിലൊക്കെ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അപ്പോൾ എല്ലാ ദിവസവും തന്നെ രാത്രി ഇതിങ്ങനെ ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് കിച്ചൺ ടവലുകൾ എങ്ങനെ ബേക്കിംഗ് സോഡ വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ ടവലുകളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ വൈറ്റ് വിനാഗിരി, സിന്തറ്റിക് വിനാഗിരി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കിച്ചൺ ടവലുകളൊക്കെ ഇട്ട് വെക്കണം. അതിനുശേഷം ഇതൊരു 1 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കണം. 1 മണിക്കൂർ നേരം ഇങ്ങനെ വെക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ തുണികളിലുള്ള അഴുക്കുകളൊക്കെ പോയി തുണികളൊക്കെ നല്ല നീറ്റായിട്ട് വരും. അതുപോലെ തന്നെ എന്തെങ്കിലും അഴുക്ക് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. അതുപോലെ അണുക്കളൊക്കെ നശിക്കുകയും ചെയ്യും. ഇപ്പോൾ ചൂടുവെള്ളത്തിൽ നമ്മളിത് കുതിർത്തി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തണുത്ത വെള്ളമാണെങ്കിൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാത്രി നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് തുണികളൊക്കെ അലക്കുമ്പോൾ, വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കുമ്പോൾ സോപ്പ് പൊടിയുടെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ തുണികളിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോവും. അതുപോലെ എന്തെങ്കിലും ഫൗൾ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ചില സമയങ്ങളിൽ നമ്മുടെ കിച്ചണിലെ സിങ്കൊക്കെ ബ്ലോക്ക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിങ്കിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. സാധാരണ സിന്തറ്റിക് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വിനാഗിരി ഒഴിച്ച ശേഷം കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സിങ്കിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സിങ്ക് ക്ലീനായി കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മുടെ ടൈലിൻ്റെ ഇടയിലൊക്കെ ഗ്രൗട്ടിൽ അഴുക്കുകളൊക്കെ പിടിച്ച് ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്രൗട്ടിൽ ഇങ്ങനെ കറുത്ത പാടായിട്ട് അഴുക്കുകളിരിക്കും. അതൊക്കെ കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഉപയോഗിക്കാം. അതിനായിട്ട് ആ ഗ്രൗട്ടിൻ്റെ മുകളിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടൂത്ത് ബ്രഷിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ആ ടൂത്ത് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഈ ഗ്രൗട്ടിലെ അഴുക്കുകളൊക്കെ പോയി ഗ്രൗട്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോയിൽ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ വെച്ച് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബേക്കിംഗ് സോഡ വെച്ച് ചെയ്യാൻ പറ്റും. ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് നമുക്ക് ബോഡി ഡിയോഡ്രൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. വേർപ്പ് നാറ്റമൊക്കെ കളയാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ആ ബോഡി ഡിയോഡ്രൻറ്റ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർ ഫ്രഷ്നർ സ്പ്രേ ഉണ്ടാക്കാൻ പറ്റും ബേക്കിംഗ് സോഡ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ള ഇന്നത്തെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.